ഇത് മാസ് മോട്ടോഴ്സിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ട സൂപ്പർ സ്പ്ലെൻഡറാണ് വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റും ജനറൽ സർവീസായിട്ടാണ് കയറിയാണ്. അപ്പോൾ ഞാൻ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ഒന്ന് അയച്ചു നോക്കുമ്പോൾ ഉണ്ടല്ലോ, ലൈൻഡറൊക്കെ പുതിയ ലൈൻഡറാണ്, ഒന്ന് ക്ലീനാക്കി റീസെറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ബാക്ക് ടയറായാലും നല്ല പുതിയ ടയറാണ്. ഹബിനകത്തായാലും വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല കേട്ടോ. ബാക്ക് ടയർ ശരിക്കും പറഞ്ഞാൽ ഇത്ര കട്ടുള്ള എടുക്കണ്ടായിരുന്നു. ഇതിപ്പോൾ എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഒരു പാളിച്ച് കാണിക്കും. നമുക്ക് എപ്പോഴും കമ്പനി മോഡലാണ് നല്ലത്, സാപ്പർ ടൈപ്പ്. ഇതിനിപ്പോൾ എന്തായാലും അത് ഉപയോഗിച്ച് തീർക്കാം. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കുണ്ടല്ലോ അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ, എയർ ഫിൽറ്ററൊക്കെ നല്ല ഫിൽറ്ററാണ്, ഒന്ന് ക്ലീനാക്കി കയറ്റിയാൽ മതി. പിന്നെ എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോണ്ടല്ലോ ഓയിൽ തീരെ ലെവൽ കുറവ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ ലെവലില്ല, അതുകൊണ്ട് ഓയിൽ അയച്ചിട്ടാണ്. ആകെ കൂടി ഇത്രേ ഉള്ളൂ ഓയിൽ. അപ്പോൾ മൈനോട്ടായിട്ടൊന്നുപോലെ കത്തിപ്പോണ്ട്. അതല്ലെങ്കിൽ നമ്മൾ ഓയിൽ സമയത്തിന് മാറാതെ കൊണ്ട് വൈകി പോകാണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കൃത്യമായിട്ട് സർവീസ് ചെയ്യുന്ന കേസാണ്, അതുകൊണ്ട് ഓയിൽ മാറ്റാതിരിക്കാൻ വഴിയില്ല. മൈനോട്ടായിട്ട് ലെവൽ കുറവുണ്ട്, അത് കത്തണ്ടോന്നൊരു സംശയമുണ്ട് കേട്ടോ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു മാസം കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്റർ കഴിഞ്ഞാൽ ഒന്ന് കയറ്റിയിട്ട് ഓയിൽ ലെവൽ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണം. അതായത് ഒന്ന് ചെക്ക് ചെയ്യണം എത്രത്തോളം കുറഞ്ഞു പോകണമെന്നുള്ള കേസ്. കാര്യമായിട്ട് കുറയേണ്ടത് നമ്മൾ നോക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ഓയിൽ ലെവൽ കുറഞ്ഞു ഓടിക്കഴിഞ്ഞാൽ എഞ്ചിനിലൊക്കെ കംപ്ലയിൻറ്റ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതേപോലെ തന്നെ പ്ലഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. നമുക്ക് സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചായിരുന്നത് ഇവിടുത്തെ വയറിങ്ങുമായി ബന്ധപ്പെട്ടൊരു കംപ്ലയിൻ്റാണ്. ആ സോക്കറ്റൊക്കെ ലൂസ് കോൺടാക്റ്റ് കാണിച്ചായിരുന്നതാണ്, അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും കൂടി വാട്സപ്പിലേക്ക് ഇടാം. നമുക്ക് അതിൻ്റെ ബാറ്ററി ഒന്ന് ചെക്ക് ചെയ്യേണ്ടത്. നമുക്കിത് ഇരിക്കുന്നത് 2022 മോഡലാണ്. ആമറോണിൻ്റെ ബാറ്ററി 5 ആമ്പിയറിൻ്റെ ബാറ്ററിയാണ്, 12 വോൾട്ട് തന്നെ. അപ്പോൾ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ ബാറ്ററിയും കൂടി ഒന്ന് ടെസ്റ്റ് ചെയ്ത് വിടുന്നുണ്ട്, കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും അറിയാൻ വേണ്ടിയിട്ട്. നിലവിൽ ഓക്കെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം കാണിച്ചാൽ വയറിങ്ങിൻ്റെ തന്നെ കേട്ടോ. വയറിങ് അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് സോൾഡർ ചെയ്ത് കയറ്റാനുണ്ട്. അത് ലൂസ് കോൺടാക്റ്റ് ഉണ്ട്, വയറിങ് അത്യാവശ്യം പഴക്കമായല്ലോ, അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസാണ് കാണിക്കുന്നത്. അതേ ക്ലിയർ ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റും ഡീറ്റെയിൽസും കൂടി വാട്സപ്പിലേക്ക് ഇടാം. അതിന് മുമ്പ് നമ്മൾ ഈ ഇതിൻ്റെ ഭാഗം കഴിക്കുമ്പോൾ ചെയ്സിൻ്റെ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, ഇവിടെയൊക്കെ വെൽഡിങ്ങൊക്കെ വിട്ടിട്ട് ഒരു അവസ്ഥയിലിരിക്കുന്നു കേട്ടോ. അതൊന്ന് ശരിക്കും ഇവിടെ ഒന്ന് വെൽഡ് ചെയ്ത് ബലപ്പെടുത്തേണ്ടത്. ഈ ചെയ്സിൻ്റെ മെയിൻ ഭാഗങ്ങൾ, ആ സീറ്റ് വന്ന് അടയണ ഭാഗമൊക്കെ തുരുമ്പിട്ട് ഓട്ടയായിട്ടുണ്ട്. അപ്പോൾ സമയം തരാണെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാറുള്ളൂ. കാരണം എന്താ വെച്ചാൽ നാളത്തേക്ക് മതിയെന്നുണ്ടെങ്കിൽ നമുക്കിത് വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് ചെയ്യേണ്ട വർക്കണേ. അപ്പോൾ അതൊക്കെ ഒന്ന് ബാക്ക് സൈഡ് ഒന്ന് ഫുള്ളായിട്ട് അഴിച്ചിട്ട് ഇതൊന്ന് വെൽഡിങ് വർക്ക്ഷോപ്പിൽ കൊടുത്ത് നമുക്ക് വെൽഡ് ചെയ്തിട്ട് അത്രയും ഭാഗം ഒന്ന് പെയിൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ തുരുമ്പിൻ്റെ പ്രശ്നം പിന്നെ കാണിക്കുക. വേറെ ചെയ്സിൻ്റെ ഭാഗത്തൊന്നും പ്രശ്നം, നമുക്ക് സീറ്റ് വന്നിരിക്കുന്ന ഭാഗത്താണ് ആ പ്രശ്നം കാണിച്ചാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് ചെയ്യണം നല്ലതാണ്. അപ്പോൾ ഞാനത് ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഇടാം. അതേപോലെ തന്നെ ചെയ്സിൻ്റെ കേസ് ചെയ്യണമെന്നുള്ള ദിവസം നോക്കിയിട്ടൊന്ന് പറയണം കേട്ടോ. കാരണം അത് ചെയ്യാൻ കയറ്റി കഴിഞ്ഞാൽ അവിടെ പുറമെ കൊടുത്ത് ചെയ്യണ വർക്ക് ആയതുകൊണ്ടാണ് നമുക്ക് ഇന്നത്തേക്ക് ആവില്ല. അപ്പോൾ നോക്കിയിട്ട് നാളത്തേക്ക് മതിയെന്നുണ്ടെങ്കിൽ നമുക്ക് അതും കൂടി ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് പറയണേ.